എല്ലാവർക്കും നമസ്കാരം. ശ്രീമാസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ PSCയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിശദമായി ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ 3000 രൂപ ഒരാൾ 12% പലിശ നിരക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ ഒരാൾ 3000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര തുക കിട്ടുമെന്നാണ് ചോദ്യം. അതായത് പലിശ, സാധാരണ പലിശ, കൂട്ടുപലിശയാണ് ഇവർ എടുത്തു പറയും. ഇവിടെ സാധാരണ പലിശ കാണാനുള്ള ഫോർമുല I=PNR/100. അപ്പൊ നമുക്ക് സമം P എന്ന് പറയുന്നത് ഇവിടുത്തെ തുകയാണ്, അതായത് നിക്ഷേപിച്ച തുക 3000. N എന്ന് പറയുന്ന വർഷത്തിന്റെ എണ്ണം 2, R എന്ന് പറയുന്നത് 12. അതായത് നമുക്ക് I കണ്ടുപിടിക്കാം. പലിശ എത്ര? 2 വർഷത്തേക്കുള്ള പലിശ കണ്ടുപിടിക്കാം. സമം 3000 P × N, 2 വർഷം × 12 / 100. കട്ട് ചെയ്യുന്നു. അതായത് 30 × 24, അതായത് 720 കിട്ടും പലിശ. 720 രൂപ പലിശ, 2 വർഷത്തേക്കുള്ള പലിശ. I സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് സാധാരണ പലിശ I=PNR/100. P എന്ന് പറയുന്നത് നിക്ഷേപിച്ച തുക, N വർഷങ്ങളുടെ എണ്ണം, R പലിശ നിരക്ക്. അതായത് 3000 PNR, അതായത് 3000 P × N, 2 × 12 6/100. അപ്പൊ ഇത് 2 0 കട്ട് ചെയ്തു. ഇനി 30 × 24 എന്ന് വരും. 12 × 2 24, അതായത് 720 വരും പലിശ. നമുക്ക് 2 വർഷം കഴിയുമ്പോഴുള്ള പലിശ ചോദിച്ചെങ്കിൽ 720. ഇവിടെ 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര തുക കിട്ടും, അതായത് മുതലും പലിശയും കിട്ടുമല്ലോ. 3000 പ്ലസ് ആ 720 കൂടെ, അതായത് മുതല് 3000, 720 പലിശ ആകുമ്പോൾ 3720 രൂപ കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3720 രൂപ കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2 അർദ്ധഗോളങ്ങൾ. ആദ്യത്തെ അർദ്ധഗോളത്തിന്റെ ആരം R1ഉം രണ്ടാമത്തെ ഇത് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള, കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, രണ്ടാമത്തതിന്റെ ആരം R2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ R1:R2 അവയെ തമ്മിലുള്ള അനുപാതം 1:2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇതിന്റെ എന്ന് പറയുന്ന R-ഉം രണ്ടാമത്തേത് ആരം എന്ന് പറയുന്നത് 2R ആണ്. അതായത് 1:2 എന്നുള്ള അനുപാതത്തിലായുണ്ട്. ആദ്യത്തേത് R-ഉം രണ്ടാമത്തേത് 2R ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല 3πr² ആണ്. ഉപരിതല വിസ്തീർണങ്ങളുടെ അംശം എന്താ ചോദിച്ചേക്കുന്നത്, അനുപാതമാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഉപരിതല വിസ്തീർണങ്ങളുടെ അനുപാതം എന്ന് പറയാ 3π, ആദ്യത്തേതിന്റെ R1² 3πr2². ഈ 3π രണ്ടിടത്തൊന്നും കട്ടാക്കാം, ഒരുപോലെ ആയതുകൊണ്ട്. അതായത് R1² R2². R1നും വില കൊടുക്കും, R2നും വില കൊടുക്കും. R1² എന്ന് പറഞ്ഞാൽ R². R1 R ആണ്. ഈ അംശബന്ധത്തിലായതുകൊണ്ട് R1 R-ഉം R2 2R, 1:2 എന്നുള്ള അനുപാതത്തിലായുണ്ട്. R² 2R². 2R the whole square. R2ന് വരെ 2R the whole square. R² 2R the whole square എന്ന് പറഞ്ഞാൽ രണ്ടിനും കൊടുക്കണം. 2നും കൊടുക്കണം, R-നും കൊടുക്കണം. R² 4R². ഇതിനെ രണ്ടിനെ R² കോമൺ ഫാക്ടർ വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. R²/R² എത്ര വരും? 1. ഈ R² കട്ടാക്കിയാൽ 1:4 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1:4. ഒരു ക്ലോക്കിൽ 8:20 PM കാണിച്ചാല് 8 മണി 20 മിനിറ്റ് ആണ്. ഒരു ഫോർമുല ഉണ്ട് സൂചികൾക്കിടയിലെ കോണളവ് കാണാൻ. അതായത് 30H - 11/2 M. H എത്രയാണ്? മണി. 30 × 8 മണി - 11/2 അത്രയും മിനിറ്റ്, 20 മിനിറ്റ്. ഇത് കട്ട് ചെയ്യുമ്പോൾ 30 × 8 240 - 11 × 10 110 130 ഡിഗ്രി വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ വൈറ്റ് എന്നതിനെ ZKLWH എന്ന് എഴുതിയാൽ ബ്ലാക്ക് എന്നതിന് ഇതേ ബന്ധം വേണം ഇവിടെയും വരാൻ. ഇവിടെ WXY കഴിഞ്ഞിട്ട് 2 അക്ഷരം കഴിഞ്ഞ് 3ാമത്തെ അക്ഷരം. ഇവിടെ HIJ കഴിഞ്ഞിട്ട് 3ാമത്തെ അക്ഷരം. 2 അക്ഷരം വിട്ടിട്ട് 3ാമത്തെ അക്ഷരം. അങ്ങനെയാണ് ഇവിടെ വന്നേക്കുന്നത്. IJK കഴിഞ്ഞിട്ട് L 3ാമത്തെ അക്ഷരം. TUV കഴിഞ്ഞിട്ട് W 3ാമത്തെ അക്ഷരം. EFG കഴിഞ്ഞിട്ട് 3ാമത്തെ അക്ഷരം H. അതുപോലെ B കഴിഞ്ഞിട്ട് CD 2 അക്ഷരം കഴിഞ്ഞിട്ട് E. ഇവിടെ ഇയിൽ തുടങ്ങുന്ന ഒറ്റ ഒരെണ്ണേ ഉള്ളതുകൊണ്ട് ഇത് എഴുതാം. ഓപ്ഷൻ ഡി ആണ്. എന്നാലും നോക്കിയേക്കാം. LMN കഴിഞ്ഞിട്ട് O.
എ ബി സി കഴിഞ്ഞിട്ട് ഡി ഇ ഒ ഡി അങ്ങനെ വന്നേക്കുന്ന ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് സി കഴിഞ്ഞിട്ട് ഡി ഇ എഫ് കെ എൽ എം എൻ, അതായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇ ഒ ഡി എഫ് എൻ. ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ 87 ഉത്തരം. 87 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8ഉം 7ഉം കൂടെ കൂട്ടിയാൽ 15. അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ് 15. 3ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഇവിടെ 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. ഇവിടെ 87 ആണ് ഉത്തരം. അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്, ഭാജ്യസംഖ്യയാണ്. ബാക്കി 59, 73, 47. 59ന്റെ ഘടകങ്ങൾ 1ഉം 59ഉം മാത്രം, 2 ഘടകങ്ങൾ. 73ന്റെ ഘടകങ്ങൾ 1ഉം 73ഉം മാത്രം. 47ന്റെ ഘടകങ്ങൾ 1ഉം 47. ഇങ്ങനെ ഘടകങ്ങളുള്ള 1ഉം ആ സംഖ്യ മാത്രം ഘടകങ്ങളുള്ളത് പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നു. ഈ 87 ഒഴിച്ച് ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. 87, 8ഉം 7ഉം 15. 15 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ 3ന്റെ ഗുണിതമാണെങ്കിൽ അത് 3 കൊണ്ട് ഹരിക്കുക. 87 ഒരു ഭാജ്യ സംഖ്യയാണ്, കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇവിടെ ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്ന ഏതാണ്? 87. ക്വസ്റ്റ്യൻ ആണ് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അതായത് രാമു തൻ്റെ ഓഫീസിൽ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. എന്നിട്ട് വലത്തോട്ട് സഞ്ചരിച്ച് 8 മീറ്റർ നടന്നു. 8 മീറ്റർ. വീണ്ടും വലത്തോട്ട്, അപ്പോൾ ഇതിൻ്റെ വലത്തെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. ഇവിടെ 25 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന രാമു എയിൽ തുടങ്ങി ബിയിലെത്തി. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ മൊത്തം 40 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര വരും? ഇവിടം വരെ 25, 15, 40. അപ്പോൾ നമുക്കിങ്ങനെ ഈ ദൂരം കണ്ടുപിടിക്കണം. രാമു ഇപ്പം നിൽക്കുന്നതും ഓഫീസും തമ്മിലുള്ള ദൂരം. ഇതൊരു മട്ട ത്രികോണമാണ്. അതായത് ഇത് 8 ആണെങ്കിൽ ഇതും 8 ആയിരിക്കുമല്ലോ. നമ്മുടെ മട്ട ത്രികോണം ഇങ്ങനെ വരും. ഇവിടെ 90 ഡിഗ്രിയാണ് മട്ട ത്രികോണം. അപ്പോൾ ഇത് കർണമാണ്. 90 ഡിഗ്രിക്ക് ഏറ്റവും ഇവിടെ 8, ഇവിടെ 15, ഇവിടെ 8. അപ്പോൾ ഈ ദൂരമാണ് കാണേണ്ടത്. ഇത് ഓഫീസ്, ഇത് രാമു ഇപ്പം നിൽക്കുന്ന സ്ഥലം കാണാൻ വേണ്ടി. ഇതൊരു മട്ട ത്രികോണം ആയതുകൊണ്ട് ഇത് കർണമായിട്ടായിരുന്നു. 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റിൽ. അതായത് √15² + 8² സമം √225 + 64 സമം √289 എന്ന് പറയുന്നത് 17 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ നമുക്ക് ബോട്ട്മാസ് നിയമം വെച്ച് വേണം ഇത് ചെയ്യാൻ. അതായത് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആ ഓർഡറിൽ വേണം ചെയ്യാൻ. ഇവിടെ ആദ്യം ബ്രാക്കറ്റ് ആണെന്നുള്ളത്. അപ്പൊ 17 12 പോകെ എത്ര? 5. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്? 3, പിന്നെ റൈറ്റിലോട്ടൊരു +72 ÷ 8 ഒരു 12+. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. ഇനി ഡിവിഷൻ, അത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 72നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 9 72. ഇവിടെ പിന്നെ ഇടത്തോട്ട് എന്തുകൊണ്ട്? ഒരു +5 × 3 ഒരു +12 ഉണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഉള്ളത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതായത് 5 × 3 15. പിന്നെ റൈറ്റിലോട്ടൊരു +9, ലെഫ്റ്റിലോട്ടൊരു 12+. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 36 വരും. 25, 12, 15, 27, 9, 36. ഓപ്ഷൻ സി ആണ് ഉത്തരം. 36. SLC പരീക്ഷ 11 കുട്ടികൾക്ക് ലഭിച്ച മാർക്കാണ് ഈ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതുക. അതായത് ആദ്യം ഏറ്റവും ചെറുത്, പിന്നെ വലുത്, 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 അങ്ങനെ എഴുതുമ്പോൾ 20, 23, പിന്നെ വലുത്, പിന്നെ ഏറ്റവും ചെറുത് 24, 25, 27, 28 കൂടി വരണം. 30, 32, 33, 36, 38. 11 ആകുമ്പോൾ വലത്തോട്ട് 5 എണ്ണം, ഇടത്തോട്ടും 5 എണ്ണം. അപ്പോൾ ഒത്ത മധ്യത്തിൽ വരുന്നതായിരിക്കും മീഡിയൻ. ഇവിടെ 28 ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. മധ്യത്തിൽ 2 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ 2ഉം കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതി. 2ന്റെയും കൂടെ ശരാശരി കണ്ടാൽ മതി. ഛേദത്തിൽ ദശാംശം കഴിഞ്ഞ് 12 സ്ഥാനവും അംശത്തിൽ ദശാംശം കഴിഞ്ഞ് 11 സ്ഥാനവും ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 12 സ്ഥാനം ഉണ്ടായതുകൊണ്ട് 12 പൂജ്യമുള്ള സംഖ്യ ഇട്ടങ്ങ് ഗുണിച്ചാൽ മതി. ഗുണം 1 12 0 2 3 4 5 6 7 8 9 10 11 12 ബൈ 0.000006 × 0.00008 ഇൻറ്റു ഈ 12 സ്ഥാനമുള്ള സംഖ്യ ഇട്ട് ഗുണിക്കുക. ഇവിടെ 12 ദശാംശ സ്ഥാനം താഴെയും
11 ദശാംശ സ്ഥാനം മുകളിലും ആണെന്നുള്ളത്. അപ്പോൾ താഴെ മുകളിലും ഇത് 1 ഇട്ടിട്ട് 12 സീറോ ഉള്ള നമ്പർ ഇട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ മുകളിൽ നമുക്ക് 36 × 64 ആ ദശാംശം എല്ലാം അങ്ങ് പോകും ഈ വലിയ സംഖ്യ ഇട്ട് ഗുണിക്കുന്നു. ഞാൻ 12നെ നമുക്ക് 11 1 ഇട്ടിട്ട് 11 സീറോ ഉള്ള നമ്പറും 10 സീറോ ഉള്ള നമ്പറും 11 സീറോ ഉള്ള നമ്പർ ഇടുമ്പോൾ അതങ്ങ് ദശാംശം അങ്ങ് ക്യാൻസൽ ആയി പോകും. 36 × 64 ഇൻറ്റു പിന്നെ ഒരു 10 ഉണ്ട് ഇവിടെ ബൈ 6 × 8. പിന്നെ ഇത് കട്ട് ചെയ്ത് എഴുതുമ്പോൾ 480 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്